नमस्कार दोस्तों, आज के हिंदी कक्षा में आप सबका हार्दिक स्वागत। आप सब कैसे हैं? ठीक है ना? पिछले कक्षा में हमने किस विषय की चर्चा की थी? आपको याद है? जी जरूर, आपने ठीक ही कहा। हिंदी साहित्य का काल विभाजन, हिंदी साहित्य के काल विभाजन के बारे में हमने चर्चा की थी। कितने प्रकार के हैं? जी जरूर, 4 प्रकार के। बहुत अच्छा। उनका नाम आप बता सकते हैं? जी, आदिकाल, पूर्व मध्यकाल, उत्तर मध्यकाल और आधुनिक काल। नहीं तो वीरगाथा काल, ഭക്തികാൽ, രീതികാൽ और ആധുനിക കാൽ. വെരി ഗുഡ്. അപ്പോൾ ഇനി നമ്മൾ എന്നിട്ട് എന്തായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പഠിച്ചത്? നമ്മൾ आदिकाल के बारे में, आदिकाल की कुछ विशेषताओं के बारे में। जी हाँ, आदिकाल के साहित्य की विशेषताओं के बारे में। आदिकाल के साहित्य की विशेषताएं क्या क्या है, जरा बताइए। भाषा, इतिहास और साहित्य तीनों दृष्टिकोण से आदिकाल महत्वपूर्ण है। फिर हिंदी भाषा का प्रारंभिक काल है, से राष्ट्रभाषा के रूप में उसका विकास हुआ और ധീരതാപൂർണ്ണ രചനാओं ഭർമാർ है ना. രാഷ്ട്രഭാഷ എന്നുള്ള രൂപത്തിൽ ഹിന്ദി ഭാഷയുടെ ഒരു വികാസം ഉണ്ടായിട്ടുണ്ട്. वीरतापूर्ण काव्यों की प्रधानता है उस जमाने में, ഇല്ലേ? ആ സമയത്ത് വീരതാപൂർണ്ണ കാവ്യങ്ങളുടെ രചനയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെയോ ശൃംഗാർ और वीररस प्रधान कवि की रचनाएं हुई थी. ശൃംഗാർ और वीररस प्रधान, കാരണം രാജാക്കന്മാരുടെ കാലമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ യുദ്ധം ഉണ്ടാകുന്ന യുദ്ധരസമാണ്. വീരരസം എന്ന് പറയുമ്പോൾ യുദ്ധോങ്കാ വർണ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ किसी भी राजा और राजकुमारी है, राजकुमार और राजकुमारी की प्यार की चर्चा, नहीं तो किसी राजकुमारी की रूप सौंदर्य का वर्णन, ഏതെങ്കിലും രാജകുമാരിയുടെ രൂപസൗന്ദര്യത്തിന്റെ വർണ്ണൻ, യുദ്ധങ്ങളുടെ വർണ്ണൻ, ഏതെങ്കിലും രാജാവും രാജകുമാരിയും തമ്മിലുള്ള പ്രണയ ബന്ധങ്ങളുടെ ചർച്ചകൾ, അതൊക്കെയാണ് കാവ്യത്തിന്റെ പ്രമുഖ വിഷയങ്ങൾ. इसलिए श्रृंगार और वीररस प्रधान रचनाएं उस जमाने में हमें अधिक मात्रा में देखने को मिली है. ഇഷ്ടം പോലെ നിറയെ കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാവ്യങ്ങളുടെ എല്ലാം പ്രമുഖ രസം എന്തായിരുന്നു? ശൃംഗാർ और वीररस प्रधान. അടുത്ത് എന്താ പറഞ്ഞേ? इस काल में കവി സഭി ദർബാരി കവി थे പറഞ്ഞു. രാജ ദർബാർ കെ കവി थे എന്ന് പറഞ്ഞു. ആശ്രയദാതാവുങ്ക പ്രശംസ ഹി ഉൻകാ കാവ്യ കി വിഷയ ബനാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ? സാഹിത്യകാരൻ ആശ്രയദാതാവുങ്കി എന്ന് പറഞ്ഞാൽ എന്താ? ദർബാരി കവി എന്ന് പറഞ്ഞു. അപ്പൊ തൻ്റെ യജമാനനായ അല്ലെങ്കിൽ ഏത് രാജകൊട്ടാരത്തിലെ കവിയാണോ അത് അവിടുത്തെ രാജാവിൻ്റെയും രാജകുമാരന്മാരുടെയും പ്രശംസ മാത്രഹി കവി ക വിഷയ ഹേ. അവരുടെ പ്രശംസിച്ചാലല്ലേ പറ്റുള്ളൂ. इसलिए विषय हमें ऐतिहासिक लगने पर भी उसमें काल्पनिकता का भाव कुछ अधिक दिखाई पड़ती है. കുറച്ച് നമ്മൾ പറയല്ലേ, കുറച്ച് എന്താ പറയുക, കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ട് കുറച്ച് ഭാവനാത്മകമായി കൽപ്പിച്ചു കൂട്ടി എഴുതുന്നതായിരുന്നു ആ സമയത്തെ സാഹിത്യകൃതികൾ. युद्धों का वर्णन भी अधिक मात्रा में हमें उस काव्य में देख सकते हैं. ഇഷ്ടംപോലെ യുദ്ധവർണ്ണനകൾ, യുദ്ധങ്ങളുടെ പല പല യുദ്ധങ്ങളെ കുറിച്ചിട്ടും ആ യുദ്ധങ്ങളിൽ രാജാക്കന്മാർ തൻ്റെ ആശ്രയദാതാവ് എങ്ങനെയായിരുന്നു ആ യുദ്ധം നയിച്ചതിനെ കുറിച്ചും ആ യുദ്ധത്തിൽ എങ്ങനെ പങ്കെടുത്തു, കാരണം വീരപരിവേഷമായിരുന്നു നൽകുന്നത്. ആണ് വീരരസ ശൃംഗാർ. കാരണം മുമ്പ് നമ്മൾ പ്രാചീന കാലങ്ങൾ പുരാണങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടോ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു രാജകുമാരിക്ക് വേണ്ടിയിട്ടോ രാജ്യത്തിന് വേണ്ടിയിട്ടോ ആണ് യുദ്ധങ്ങൾ മുഴുവനും നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു രാജാവിന് ഏറ്റവും നല്ല സുന്ദരിയായ മകളുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ രാജാവിന് ഇഷ്ടം തോന്നുകയാണെങ്കിൽ നേരെ പോയി ആക്രമിക്കുക, രാജ്യത്തിനെയും രാജകുമാരിയെയും കീഴ്പ്പെടുത്തുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം വളരെ അതിസമ്പന്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട്, അപ്പൊ അതാണ് രാജാവും ചക്രവർത്തി എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരുപാട് ദേശങ്ങളുടെ അധിപനാണ് ചക്രവർത്തി. അപ്പൊ इसलिए ही उस जमाने में काव्य में श्रृंगार और वीर रस प्रधान काव्य की अधिकता हमें देखने को मिलती है ना. രാഷ്ട്രീയത की भावना का सर्वदा अभाव रहा. ഈ ദേശസ്നേഹം തുളുമ്പുന്ന കവിതകൾ,
അപ്പോൾ നമ്മൾ ദേശസ്നേഹം തുളുമ്പുന്ന കവിതകൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയതാക്കി ഭാവന. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്വാതന്ത്ര്യോത്തർ ഭാരത് കവിതായും ഹം ദേഖ് സക്തേ ഹൈ ഹേ നാ. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളതും സ്വാതന്ത്ര്യത്തിന് മുൻപ്, സ്വാതന്ത്ര്യം കിട്ടാനുള്ള സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ എന്താ പറയുക, വളരെ ആവേശത്തോടുകൂടി ജനങ്ങൾ ആവേശം ഉണ്ടാകാനായിട്ട് എന്താ പറയുക, ഭാരതം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നൊക്കെ നമ്മൾ കവികൾ പാടിയിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് രക്തം തിളയ്ക്കും. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യത്തെങ്കിലും അന്യായം നടന്നാൽ നമ്മൾ പ്രതികരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന, അതാണ് രാഷ്ട്രീയ ഭാവന എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിലായിട്ട് ശത്രുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ കളഞ്ഞും രാജ്യത്തെ സംരക്ഷിക്കാൻ നിലകൊള്ളുക. പക്ഷേ അങ്ങനെ ആ രാഷ്ട്രീയതാക്കി ഭാവന, ആ ഒരു ദേശസ്നേഹത്തിൻ്റെ ഒരു ഭാവം വളരെയധികം സർവ്വതാ അഭാവരഹ എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവായിട്ട്, അല്ലെങ്കിൽ തന്നെ ആ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ എന്ന് പറയുന്നുണ്ട് ആദ്യകാലിൽ. അപ്പൊ പ്രമുഖ രസ വീരോർ ശൃംഗ, രാജാക്കന്മാരുടെ വീരരസപ്രധാനമായ കവിതകളും അല്ലെങ്കിൽ അവരുടെ പ്രണയ കാവ്യങ്ങളും ഒക്കെയായിരുന്നു ആദ്യകാൽ की പ്രമുഖ രചനായേ. फिर काव्य के दो भेद നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രബന്ധക് കാവ്യ और മുക്തക് കാവ്യ. നമ്മൾ മഹാകാവ്യങ്ങളുടെ രണ്ട് ഭേദം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രബന്ധക് और മുക്തക് കാവ്യ എന്ന്. प्रबंधक काव्य मुक्तक काव्य दोनों में विषय के बारे में अलग विषय के चुनाव और उनके विश्लेषण की विषय के चुनाव और उनके आख्या की तरीका है प्रबंध और मुक्तक काव्य की विशेषता. प्रबंध और मुक्तक दोनों का तरह के काव्य हम आदिकाल में देख सकते हैं. फिर दोहा, कवित, छपैया जैसे छंदों के भरमार है उस काव्य में. नहीं तो दोहा, छप्पई और कवित छंदों की कविता ही उस जमाने में ज़्यादा से ज़्यादा लिखी गई दिखाई देती है. നിങ്ങൾ ഛന്ദ് എന്ന് പറഞ്ഞാൽ വൃത്തം, മലയാളത്തിൽ വൃത്തം കേട്ടിട്ടുണ്ടാവും. കവിതകൾ എഴുതുന്നതിനുള്ള നിയമമാണ് വൃത്തം എന്ന് പറയുന്നത്. മലയാളത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അല്ലേ, മഞ്ചരി, കാകളി, കേക എന്നൊക്കെ പറഞ്ഞ വൃത്തം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലുള്ള ഹിന്ദിയിലുള്ള വൃത്തങ്ങളാണ് ദോഹ, കവിത്ത്, ഛപ്പയ്യ. അപ്പോൾ ആ വൃത്തങ്ങളിലെ ചില വൃത്തങ്ങളിൽ കാവ്യങ്ങൾ എഴുതുമ്പോൾ ആ കാവ്യങ്ങളിൽ ആ അതായത് വീരരസപൂർണമായ കവിതകൾ എഴുതാനുള്ള വൃത്തമായിട്ട് ഛന്ദായിട്ടാണ് ഈ ദോഹയും ഛപ്പയും കവിത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓജപൂർണ്ണ കവിതായെ ലിഖിഹി എന്നാ പറയണേ. വീരത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു, അല്ലാതെ നമ്മൾ താങ്ങി തൂങ്ങിയിരിക്കുക, നമ്മുടെ ആ ഒരു ലേസി മെന്റാലിറ്റി അല്ലല്ലേ, ആ ഒരു ഒടിഞ്ഞു തൂങ്ങി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു മടയൻ അലസഭാവം എന്നല്ല. നമ്മൾ വീരരസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആ വീരഭാവം തന്നെയാണ്. അപ്പം इस प्रकार ओजपूर्ण कविताएं, ओजपूर्ण रचनाएं इस जमाने की विशेषता रही. फिर भारत की तत्कालीन शासन व्यवस्था कुछ सुसंगठित नहीं था, अस्त व्यस्त था, अव्यवस्थित रूप था शासन व्यवस्था के. കാരണം അത്ര റിട്ടേൺ ആയിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചില്ല. കാരണം ആ സമയത്ത് യുദ്ധങ്ങളും, ഒരു രാജാവ് വേറൊരു രാജ്യം പിടിച്ചെടുക്കുന്നു, വേറൊരു രാജാവ് തടവിലാക്കപ്പെടുന്നു, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭാരതം എന്ന് പറയുന്ന നമ്മൾ പറയുന്ന പോലെ ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ജനത, ഒരൊറ്റ ചിന്താഗതി, ഒരൊറ്റ ദേശം എന്ന് പറയുന്ന ഒരു ഫീൽ അല്ലായിരുന്നു അവിടെ. അതാണ് ഞാൻ നേരത്തെ രാഷ്ട്രീയ ഭാവന പറഞ്ഞത്. ഇപ്പം നമുക്ക് തന്നെ അറിയാലോ, തിരുവനന്തപുരം പറയുമ്പോൾ തിരുക്കൊച്ചി മലബാർ. നിങ്ങളുടെ പാരൻസിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ കേരളം തന്നെ എത്ര നാട്ടുരാജ്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ തിരുവിതാംകൂർ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ ഉൾപ്പെടുന്നത്, പിന്നെ കൊച്ചി, മലബാർ, വടക്കോട്ട് ഭാഗത്തുള്ള മലബാർ, മധ്യ കേരളം എന്ന് പറഞ്ഞാണ് കൊച്ചി, വേണാട്, സ്വരൂപം എന്നൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ കുഞ്ഞു രാജ്യങ്ങൾ, കുഞ്ഞു പ്രദേശം തന്നെ ഒരു രാജ്യമായിരുന്നു. അപ്പൊ അവർക്ക് മറ്റുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഒരു സുവ്യവസ്ഥിത രൂപസേ उस जमाने की शासन व्यवस्था यानी शासन प्रणाली नहीं होने के कारण साहित्य का भी सुसंगठित रूप हमें प्राप्त नहीं हो सकते എന്നുള്ളതാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ ദേശത്തിനും പ്രത്യേകതകളുള്ള ആ പ്രത്യേകതകൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം വ്യക്തമായിട്ടൊരു സ്വരൂപം, അപ്പം വ്യക്തമായിട്ടൊരു സ്വരൂപമാണ് നമ്മൾ പറയുന്ന ഭാഷ. പിന്നെയോ സാഹിത്യത്തിൻ്റെ പ്രമുഖ വിഷയം എന്താണ്, അത്ര മാത്രമേ പറയുള്ളൂ. അതായത് സാഹിത്യ शासन व्यवस्था अस्त व्यस्त होने के कारण ही भारत के इतिहास में सुसंगठित रूप सा आभास नहीं हमें मिलती എന്നുള്ളതാണ്.
നമുക്ക് കൃത്യമായിട്ടൊരു രൂപം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഭാഷ നേരത്തെയും പറഞ്ഞു പരമാർജിത് ഹേ. പിന്നെയോ കൈ ഭാഷാओं का शब्द അല്ലെങ്കിൽ കൈ ഭാഷാओं का सम्मिलित रूप हमें प्राप्त होते हैं. കൈ ഭാഷ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ ഫ്രാൻസീസി ഇതിഹാസക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വിദേശി ശാസന വ്യവസ്ഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദേശി ശാസനം എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് ഭാരതത്തിന് അപ്പുറത്തോട്ട്, അപ്പം നമ്മൾ അന്ന് അഫ്ഗാനിൽ നിന്ന് വന്നവരും ഫ്രാൻസിസിൽ നിന്ന് വന്നവരും നമ്മളിപ്പോൾ പണ്ട് പറയുന്ന ഇപ്പം നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നവരുടെ നമ്മൾ പണ്ട് പേർഷ്യ എന്ന് പറയുന്ന ഉണ്ടായിരുന്നുണ്ട്. അവിടുന്ന് വന്നവരുടെയും ഇറാനിൽ നിന്ന് വന്നവരുടെ, ഇറാൻകാരാണ് പേർഷ്യ എന്ന് പറയുന്നത്, അവിടെ നിന്നൊക്കെ വന്ന വിദേശികൾ, നമ്മളെപ്പോഴും വിദേശികൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ അമേരിക്ക എന്നുള്ള വിദേശി അതില ഉദ്ദേശിക്കുക. നമ്മൾ ഭാരതത്തിൻ്റെ മാപ്പൊക്കെ എടുത്തു വെച്ച് നോക്കുക. ഭാരതത്തിൽ അപ്പം നമ്മൾ പണ്ട് ഹിസ്റ്ററിയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചരിത്രത്തിൽ പഠിച്ചുമ്പോൾ വിദേശി ഭാഷയുടെ ശബ്ദം പിന്നെ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ മലയാള ഭാഷയിൽ തന്നെ നമ്മൾ തമിഴ് ശബ്ദം ഉപയോഗിക്കുന്നു എന്ന് പറയും. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഭാഷയുടെ ഭാരതീയ ഭാഷയുടെ റൂട്ട് എന്ന് പറയുന്നത് ജഡ് എന്ന് പറയുന്നത് സംസ്കൃതമാണ്, സാൻസ്ക്രിറ്റ് ഭാഷയാണ്. സംസ്കൃത ഭാഷയിൽ നിന്ന് ഒരുപാട് ശബ്ദമുണ്ട്. നമ്മൾ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡത്തിൽ നിന്നും മലയാളത്തിൽ എടുത്തതുപോലെ ഹിന്ദി ഭാഷയിലെ സംസ്കൃത ശബ്ദ, ഉറുദു ശബ്ദ, ഫാഴ്സി ശബ്ദമൊക്കെ ഉണ്ട്. ഉറുദു ഫാഴ്സി ശബ്ദമൊക്കെ ഇഷ്ടംപോലുണ്ട്. അതാണ് വിദേശി ഭാഷാओं അല്ലെങ്കിൽ വിവിധ ഭാഷാओं का സ്വരൂപ്. പിന്നെയുണ്ട് ദേശീയ ശബ്ദോं की झलक. നമ്മൾ പറയാറില്ലേ, നമ്മൾ സാധാരണഗതി പറയാനുണ്ട് 4 മലയാളിക്ക് 100 മലയാളം എന്ന്. തിരുവനന്തപുരംകാർ സംസാരിക്കുന്ന പോലെ അല്ല കൊല്ലം, അതുപോലെ അല്ല കോട്ടയം, അതുപോലെ അല്ല തൃശ്ശൂർ, അതുപോലെ അല്ല കോഴിക്കോട്, അല്ലെങ്കിൽ അതുപോലെ അല്ല കണ്ണൂർ, കാസർഗോഡ്. മലയാളത്തിൽ തന്നെ സ്ലാങ്ങിനും ഒക്കെ വ്യത്യാസമുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളിലും ഇപ്പം തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന ഒരു പദം ആയിരിക്കില്ല എറണാകുളത്ത് ഉപയോഗിക്കുന്ന ആ പദത്തിൻ്റെ കറക്റ്റ് അർത്ഥം. എല്ലാ പദങ്ങളും എന്നല്ല പറഞ്ഞത്, ശബ്ദങ്ങളിൽ അങ്ങനെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കൈ ഭാഷ വിദേശി और देशज दोनों भाषाओं का सम्मिलित रूप हमें देखने को मिलते हैं आदिकाल की रचनाओं में. അപ്പം ആദികാലിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് എൻ്റെ കൂട്ടുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദികാൽ की रचनाओं की विशेषता नहीं तो आदिकाल की साहित्य की विशेषता है ना. फिर हम आदिकाल की कुछ साहित्यकार की और ആദ്യകാൽ के कुछ साहित्यकार के बारे में चर्चा करेंगे. നമ്മൾ സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞതില്ലേ. ആദ്യകാലിനെ കുറിച്ച് സാഹിത്യ പ്രമുഖ कवियों के बारे में, उनके चर्चित ग्रंथों के बारे में हम चर्चा करेंगे. चंद बरदाई, दलपति विजय, नरपति नाल, जागनिक जैसे बहुत अनेक साहित्यकार उस जमाने में साहित्य साधना की हैं. उनके अपने महत् ग्रंथों द्वारा साहित्य जगत में अमिट छाप छोड़कर ही चला गया है. അമിറ്റ് ഛാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്തക്ഷേപം, അവരുടെ ആ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സംഭാവനകൾ സാഹിത്യത്തിന് നൽകിയിട്ടാണ് പോയത്. आदिकाल की कुछ प्रसिद्ध रचनाकार का नाम है, बताइए जी. चंद बरदाई, जगनिक, नरपति नाल, फिर दलपति विजय जैसे साहित्यकार. इन्हीं चंद बरदाई उनके प्रमुख काव्य है पृथ्वीराज राजो. चंद बरदाई, पृथ्वीराज राजो. दलपति विजय, खुमान राजो. दलपति विजय, खुमान राजो. नरपति नाल, बीसल देव राजो. नरपति नाल, बीसल देव राजो. और जगनिक, आल्हा खंड. जगनिक, आल्हा खंड. നമ്മുടെ കൂട്ടുകാർക്ക് കുറച്ച് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കുറച്ച് പ്രമുഖ കവികളും കുറച്ച് പ്രമുഖ സാഹിത്യരും. രാസോ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉസ് സമാനയ്ക്ക് കാവ്യക്കോ രാസോ കാവ്യ. നേരത്തെ പറഞ്ഞു വീരതാപൂർണ്ണ കാവ്യ, ശൃംഗാരസ പ്രധാൻ കാവ്യ, ഓജപൂർണ്ണ കാവ്യ, അപ്പനെ ആശ്രയദാതാവുങ്കെ പ്രശംസാ മാതൃ കാവ്യം എന്നൊക്കെ നമ്മൾ വിശേഷത പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാസോ മാനെ കാവ്യ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പൃഥ്വിരാജ് രാസോ മാനെ പൃഥ്വിരാജ് കാവ്യ. പൃഥ്വിരാജ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് അല്ല, പൃഥ്വിരാജ് ചൗഹാൻ എന്നുള്ള കണ്ടാവില്ല രാജാവ്. നമ്മുടെ ഇതിഹാസങ്ങളിൽ നല്ല സുവർണ ലിപികളിൽ എഴുതി വെച്ചിട്ടുള്ള ചക്രവർത്തിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ पृथ्वीराज चौहान के आश्रय दादा थे. पृथ्वीराज चौहान के दरबारी कवि थे चंद बरदाई.
നമുക്ക് നാച്ചുറലി നമുക്ക് മനസ്സിലാവും. അപ്പോൾ പൃഥ്വിരാജ് രാസോ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് ചൗഹാന്റെ ആ രാജാവിൻ്റെ ആ ചക്രവർത്തിയുടെ വീരപരിവേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീരതയും അദ്ദേഹം നേടിയ നേട്ടങ്ങളും, എത്ര നേട്ടങ്ങളെന്ന് ചക്രവർത്തിമാരുടെ നേട്ടങ്ങൾ പറയുമ്പോൾ എത്ര രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ എത്ര വിസ്തൃതിയുള്ള ഒരു രാജ്യത്തിൻ്റെ അധിപനായിരുന്നു എന്നുള്ളതാണ് ചക്രവർത്തിമാരുടെ നേട്ടങ്ങൾ പറയുന്നത്. അപ്പൊ പൃഥ്വിരാജ് രാസോയിൽ എന്തായാലും ആ ഒരു രീതിയിലുള്ള കാവ്യമായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കാം വിഷയം എന്ന് നമ്മൾ കൂട്ടുകാർ ഊഹിച്ചു കാണുമല്ലോ. അപ്പൊ ചന്ദബർദായി കെ ബാരെ മേ കഹേം തോ ചന്ദബർദായി പൃഥ്വിരാജ് ചൗഹാൻ കെ സഖ സാമന്ത് और ദർബാരി കവി മാനാ ജാता है. കാരണം ഈ ബച്പൻ കെ സാഥി എന്ന് നമ്മൾ പറയുന്നില്ല, കുട്ടിക്കാലത്തെ കൂട്ടുകാരനാണ്, ഒപ്പം കളിച്ചു വളർന്ന ആളാണ്. അപ്പൊ സാമന്ത് എന്ന് പറഞ്ഞാൽ അതായത് രാജാവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ രാജാവിന്റെ ഒരു അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോലെയാണ് സാമന്ത് രാജ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എപ്പോഴും കൂടെ അപ്പൊ മന്ത്രി എന്നുള്ള പദം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ രാജാവിന്റെ മന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എന്താ പറയുക, അക്ബറും ബീർബലും എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ രാജാവിന്റെ ആ ഒരു കളിക്കൂട്ടുകാരൻ, തോഴൻ, ഒപ്പം നടക്കുന്ന ആളായിരുന്നു ചന്ദബർദായി എന്ന് പറയുന്നത്. അപ്പോൾ ऐसा कहा भी जाता है कि जन्म और मृत्यु एक साथ हुई थी दोनों की. അതായത് പൃഥ്വിരാജും ചന്ദബർദായിയും ജനിച്ചതും ഒരേ സമയത്തായിരുന്നു, ഏകദേശം ഒരേ ദിവസം തന്നെയാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. അതൊരു യുദ്ധത്തിൽ ഒരേ സമയമാണ് മരിച്ചതെന്നും പറയുന്നുണ്ട്. കാരണം അത്ര ഒരു മിത്രതാക്കി പെഹച്ചാൻ ഹേ ദോനോങ്ക നാം എന്നും പറയുന്നുണ്ട്. രണ്ടുപേരുടെ ആ ഫ്രണ്ട്ഷിപ്പ്, ആ ദോസ്തി പറയുന്നുണ്ട്. അപ്പം പൃഥ്വിരാജ് രാസോ ചന്ദബർദായി ഈ രണ്ടു പേരും കൂട്ടുകാരൊന്ന് ഓർത്തു വയ്ക്കുക. ആദ്യകാലിൽ ഏറ്റവും ആദ്യം പറയുന്ന സാഹിത്യകാരൻ്റെ പേരും ചന്ദബർദായിയാണ്. ആദ്യകാലിലെ ഏറ്റവും പ്രസിദ്ധമായ രചനയും പൃഥ്വിരാജ് രാസോയാണ്. അപ്പോൾ പൃഥ്വിരാജ് രാസോയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഒരു വാക്യം, സെൻറ്റൻസ് എന്ന് പറയുന്നത് ആദികാൽ കാ സർവപ്രഥം മഹാകാവ്യ ഹേ. മഹാകാവ്യം, ഖണ്ഡകാവ്യം ഒക്കെ കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും. മഹാകാവ്യം ഏറ്റവും വളരെ ആ വിഷയത്തിൻ്റെ മഹാകാവ്യങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. നായകൻ തൊട്ട് കാവ്യം എഴുതുന്ന രീതി മുതൽ കാവ്യത്തിൻ്റെ ലക്ഷണങ്ങൾ വരെ മഹാകാവ്യങ്ങളെക്കുറിച്ച് വളരെ, അതായത് എല്ലാ ഒരു ജീവിതത്തിൻ്റെ, ഒരാളുടെ ഒരു സമ്പൂർണ്ണ ജീവിതത്തിൻ്റെ ആഖ്യായികയാണ്. അവരുടെ ആ ജീവിതം മുഴുവൻ, ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ വിസ്തൃതമായി എല്ലാ അനുബന്ധ ഘടകങ്ങളോടും കൂടി ചേർത്തിട്ട് എഴുതുന്ന കാവ്യമാണ് മഹാകാവ്യത്തിൻ്റെ സംജ്ഞയിൽപ്പെടുന്നത്. നമ്മൾ രാമായണവും മഹാഭാരത ഇതിഹാസാത്മകമായ മഹാകാവ്യങ്ങളും നമ്മൾ പറയാറുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് മഹാകാവ്യങ്ങൾ നമ്മളിപ്പം നമ്മുടെ പുതിയ കവികൾ എഴുതിയ മഹാകാവ്യങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ജീവിതത്തിൻ്റെ വിസ്തൃത വ്യാഖ്യ, സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയാണ്, ഒരു ജീവിതത്തിൻ്റെ വിസ്തൃത രൂപി വ്യാഖ്യ ഹേ മഹാകാവ്യ. പിന്നെ മഹാകാവ്യങ്ങളുടെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ചന്ദബർദായിയും പൃഥ്വിരാജ് രാസോയെയും കുറിച്ചാണ് പറയുന്നത്. പൃഥ്വിരാജ് രാസോ ആദികാൽ കെ വീർഗാദ്കാൽ കെ സർവശ്രേഷ്ഠ രചന ഹേ. പിന്നെയോ പഹല महाकाव्य है. फिर इसमें എന്ത് ഭാവങ്ങളായിരിക്കും കൂടുതൽ അറിയായിരിക്കുമല്ലോ. വീരരസ് और श्रृंगार रस. वीर प्रधान और श्रृंगार प्रधान काव्य है पृथ्वीराज रासो. फिर युद्धों के सुंदर युद्धों का सुंदर वर्णन है, അല്ലെങ്കിൽ സുന്ദർ അഭിവ്യഞ്ജന है. പറഞ്ഞു എന്നാണ് ദില്ലി കെ സമ്രാട്ട് പൃഥ്വിരാജ് ചൗഹാൻ കെ ജീവൻ ഗാഥ ഹേ പൃഥ്വിരാജ് രാസോ. ചന്ദബർദായി പൃഥ്വിരാജ് കെ സഖ സാമന്ത് और ദർബാരി കവി ഹേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ പൃഥ്വിരാജ് രാസയെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എന്താ എഴുതുക? പൃഥ്വിരാജ് രാസയെ കുറിച്ചിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? आदिकाल के प्रसिद्ध महाकाव्य, इसके रचयिता है चंदबरदाई. फिर इसमें वीर रस और श्रृंगार प्रधान कविताएं हैं. वीर रस और श्रृंगार रस से संबंधित एक विशिष्ट रचना है पृथ्वीराज रासो. नहीं तो यूं कहिए कि पृथ्वीराज रासो का प्रमुख रस है वीर और श्रृंगार, ऐसा भी कहा जा सकता है.
फिर युद्धों का वर्णन, पिन्नेयो इതുകൊണ്ട് കേട്ടോ, नारी का सुंदर चित्रण, नहीं तो श्रृंगार वर्णन हम इसमें देख सकते हैं. പിന്നെ ചന്ദബർദായി ആരെന്ന് പറഞ്ഞു? പൃഥ്വിരാജ് ചൗഹാൻ के സഖാ, സാമന്ത് और ദർബാരി കവി. കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ പൃഥ്വിരാജ് രാസോ എന്താണെന്ന് പറഞ്ഞുകൊണ്ട്. ഒറ്റ പെട്ടെന്ന് പറയാൻ പറഞ്ഞ എന്ത് പറയും? आदिकाल के प्रसिद्ध महाकाव्य पृथ्वीराज राजो, कवि चंदबरदाई. कुछ कवियों के नाम चंदबरदाई, दलपति विजय, नरपति नाल और जगनिक. അപ്പം നമ്മൾ പറയും യുദ്ധോങ്ക വർണ്ണൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൂട്ടർ ഓർത്തിരിക്കണം. യുദ്ധോങ്ക വർണ്ണനാണ്, ഭാഷ പരിമാർജിതാണ്, രാഷ്ട്രീയ ഭാവന ഭാവം ഉണ്ടായിരുന്നു, ശൃംഗാർ और वीररस प्रधान രചനായും പറഞ്ഞു, പ്രബന്ധ और मुक्तक काव्य പറഞ്ഞു. കൂട്ടരൊക്കെ ഓർക്കുന്നുണ്ടല്ലോ ഇത്. वीरगाथा काल की विशेषताएं, भाषा, इतिहास, साहित्य तीनों दृष्टिकोण से महत्वपूर्ण. राष्ट्रभाषा निर्माण और वीरतापूर्ण काव्य सृजन, श्रृंगार और वीररस प्रधान रचनाएं, आश्रयदाताओं की प्रशंसा, ऐतिहासिक प्रतीत होने पर भी काल्पनिक, युद्धों का सुंदर चित्रण, राष्ट्रीय भावना का अभाव, छप्पई, दोहा, कवित आदि छंदों की कविता, प्रबंध तथा मुक्तक काव्य. अव्यवस्थित शासन व्यवस्था के कारण ऐतिहासिक सुसंगठन का अभाव, परिमार्जित भाषा और कई भाषाओं के शब्दों का मेल. वीरगाथा काल के प्रमुख कवि और उनके ग्रंथ चंदबरदाई, पृथ्वीराज राजो, दलपति विजय, खुमान राजो, नरपति नाल, बीसलदेव राजो, जगनिक, आल्हाखंड. पृथ्वीराज राजो की विशेषताओं की ओर चले. पृथ्वीराज राजो रचयिता हैं चंदबरदाई. वीरगाथा काल के सबसे प्रसिद्ध ग्रंथ, हिंदी का सर्वप्रथम महाकाव्य वीररस की सुंदर अभिव्यंजना. जी हाँ दोस्तों, हिंदी साहित्य के काल विभाजन के बारे में और आदिकाल के बारे में विस्तृत रूप से जानकारी हासिल की है ना. അപ്പം നമുക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ, आदिकाल कुरिച്ചും हिंदी साहित्य के 4 प्रकार के हैं. काल विभाजन किया है जी രാമചന്ദ്ര ശുക്ല ചെയ്ത കാലവിഭാജന്റെ പേരാണ്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. നേരത്തെ പറഞ്ഞു ഒത്തിരി സാഹിത്യകാരന്മാർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വിഭിന്ന പേരുകളിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. ആദികാൽ, വീർഗാഥാകാൽ, पूर्व मध्यकाल, भक्तिकाल, उत्तर मध्यकाल, रीतिकाल और आधुनिक काल. ഈ 4 പേര് ഓർത്തു വെക്കുക. ആദികാൽ संवत 1050 से 1375 तक. फिर पूर्व मध्यकाल 1375 से 1700 तक. उत्तर मध्यकाल माने रीतिकाल 1700 से किस तक? 1900 तक. फिर आधुनिक काल 1900 से आज तक, नहीं तो कल तक जारी है ഇല്ലേ. ഈ കണ്ടിന്യൂഷൻ. ഇപ്പൊ നമുക്ക് നമ്മൾ ആധുനിക് കാൽ, മോഡേൺ ലിറ്ററേച്ചർ എന്നാ പറയുക ആധുനിക് കാൽ. ഇനി ആധുനിക് കാലിന് ഒരുപാട് ഭേദങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഛായാവാദമൊക്കെ പഠിച്ചിട്ടുണ്ടാവണം അല്ലേ. അതൊക്കെ സാഹിത്യത്തിന് ആ സമയത്തെ കവിതകളുടെ ഒരു ട്രെൻഡാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അപ്പൊ അത് പോട്ടെ. ആദ്യകാലിന്റെ വിശേഷതകൾ നമ്മളിപ്പോൾ പറഞ്ഞു. ആദ്യകാലിലെ പ്രമുഖ സാഹിത്യകാരന്മാരെ കുറിച്ച് പറഞ്ഞു, സാഹിത്യകൃതികളുടെ പേര് പറഞ്ഞു, വിശേഷതകളെ അതിലെ ഏറ്റവും പ്രമുഖമായ മഹാകാവ്യമായ പൃഥ്വിരാജ് രാജോയെക്കുറിച്ചും മഹാകവിയായ ചന്ദബർദായിയെ കുറിച്ചും പറഞ്ഞു जी. अब आदिकाल के बारे में आपको आदिकाल की अवधि, फिर आदिकाल की विशेषताएं, फिर आदिकाल के प्रमुख कवि और काव्य, फिर चंदबरदाई और उनके कवि पृथ्वीराज राजो की विशेषता. इन सब के बारे में हमने चर्चा की है ना. നമ്മൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ആദികാൽ കൃത്യമായിട്ട് മനസ്സിലായില്ലേ. അപ്പോൾ एग्जामिन എന്തൊക്കെയാ ചോദിക്കുന്നത്? आदिकाल की विशेषताएं, नहीं तो आदिकाल के कुछ काव्य और काव्य के बारे में लिखो.
അപ്പോൾ കുട്ടികൾ കൂട്ടുകാർ ഈ നോട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എഴുതി വെച്ച് പഠിക്കുക. ടെക്സ്റ്റിൽ വിശദമായിട്ടുണ്ട്. फिर पृथ्वीराज राजा के बारे में एक टिप्पणी लिखे എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് രാജയുടെ വിശേഷതകളെ കുറിച്ച് പഠിക്കണം, നമ്മളത് എഴുതണം. പൃഥ്വിരാജ് രാജയ്ക്ക് വിശേഷതയൊക്കെ പറയും. പിന്നെ हम ഭക്തികാലാണ് നമ്മൾ നെക്സ്റ്റ് കേട്ടത് അല്ലേ. ഭക്തികാൽ, ഭക്തികാൽക്ക് വിശേഷത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കേൾക്കുമ്പോൾ തന്നെ, പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഭക്തി സംബന്ധിത രചനയായി നൈത്തോ ഭക്ത് കവി അല്ലെ, ആ ഒരു ടേം അല്ലേ നമുക്ക് ഓർമ്മ വരിക. ഭക്ത് കവി, ഭക്തി സംബന്ധിത രചനയായി. ഭക്തികാലം എന്ന് കേൾക്കുമ്പോഴും ഭക്തി എന്ന് കേൾക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഏതൊക്കെ പേരാ പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരിക്കും ഭക്തി എന്ന് കേൾക്കുമ്പോൾ? ഭക്തികാലം നമ്മൾ ഹിന്ദി സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് हिंदी साहित्य के संबंध में भक्तिकाल के बारे में सुनने पर आपको किन किन के याद आते हैं, किन कवियों के नाम आते हैं? हाँ, भक्तिकाल के बारे में जी जरूर. കബീർദാസ്, സൂർദാസ്, തുളസീദാസ് എന്നൊക്കെയുള്ള പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, എവിടെയും നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും കബീർദാസ്, സൂർദാസ്, തുളസീദാസ്, इन सबके बारे में आपने सुना होगा शायद जी. കബീർദാസ് നമ്മൾ ദോഹ, കബീർദാസ് ദോഹയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. जी जरूर. कबीर के बारे में भी हमें कुछ जानना है, कुछ अधिक जानना है. कबीरदास के बारे में और उनके दोहों के बारे में, है ना. कबीरदास के बारे में और उनके दोहों के बारे में. ഇപ്പോൾ കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം ആദ്യകാൽ പറഞ്ഞിട്ട് എപ്പോഴോ ഭക്തി കബീർദാസിലോട്ട് പോവാന്ന്. हमें कबीरदास के बारे में भी, कबीर के दोहे के बारे में भी चर्चा करना है ना. അപ്പം കൂട്ടുകാർക്ക് കബീർദാസിനെ കുറിച്ച് എന്തൊക്കെ അറിയാം ഒന്ന് പറഞ്ഞേ. കബീർദാസിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? ആദ്യകാലിലെ വിശേഷതകൾ നമ്മൾ പറഞ്ഞു. वीर रस प्रधान रचनाएं, श्रृंगार रस प्रधान रचनाएं, आश्रय दादाओं की प्रशंसा, नहीं तो कवियाँ दरबारी थी, പിന്നെ ഓജപൂർണ്ണ രചനായും രാഷ്ട്രീയ ഭാവന കാ അഭാവ് ഒക്കെ പറഞ്ഞു. പിന്നെയോ ഭാഷാ പരിമാർജിത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ കബീർദാസിലോട്ട് വന്നാലോ, കബീർദാസ് അല്ലെങ്കിൽ नहीं तो ഭക്തികാലത്തിലോട്ട് വന്നാലോ. ഭക്തികാൽ കേൾക്കുന്ന അറിയാം. ഭക്തികാൽ की उस जमाने की रचनाओं का प्रमुख विषय नहीं तो प्रमुख रास ഭക്തി ഇല്ല, ഭക്തി ആയിരിക്കും നമുക്ക് ഊഹിക്കാം. ഭക്തി എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഭക്തി ആവാം? നമുക്കറിയാം ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട് ഇല്ലേ, 33 ദൈവങ്ങളെന്നാണ് പറയുക. അപ്പോൾ ഓരോരോ നമ്മളെന്താ പറയുക, ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഭക്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. ഭക്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞാലും ചിലപ്പോൾ ഭക്തികളിലെ കാവ്യം ആവുമായിരിക്കാം ഇല്ലേ. അതിനെക്കുറിച്ച് കവിതകൾ എഴുതാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ശക്തിയെക്കുറിച്ച് ഒരു കവിത എഴുതാൻ പറഞ്ഞാലോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ, നമുക്ക് വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ചും വിശ്വാസം ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചും നമുക്ക് എഴുതിക്കൂടെ? നമുക്ക് എന്ത് വേണമെച്ചാൽ എഴുതാം. അപ്പോൾ ഈ ഭക്തിക്കാലിനെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ തോ കബീർദാസ് കെ ബാരെ में आप क्या जानते हैं जी, जरा सोचिए और कबीरदास के बारे में अपने अध्यापक से चर्चा कीजिए, नहीं तो दोस्तों से चर्चा कीजिए. और चर्चा करके कबीरदास के बारे में एक टिप्पणी लिखिए. കബീർദാസിനെ കുറിച്ച് ഒരു കുഞ്ഞു, കബീർദാസ് के बारे में आप क्या जानते हैं, ഇത്രയേ ഉള്ളൂ. കബീർദാസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, അതിനെക്കുറിച്ച് ഒരു കുഞ്ഞു ഒരു टिप्पणी, ഒരു ഷോർട്ട് നോട്ട് ഒന്ന് എഴുതി വെക്കൂ. അപ്പം നമുക്ക് अगले कक्षा में कबीरदास के बारे में चर्चा करना है जी ज़रूर. आज हम यही समाप्त कर लेते हैं. शुक्रिया. आप स्वस्थ रहिए और ठीक रहिए. अगली कक्षा में हम फिर मिलेंगे. धन्यवाद.